ഇന്നത്തെ സ്മാക്ക് ഡൗൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോ ഇന്ന് ഓപ്പൺ ആയത് കോടിയുടെ സെഗ്മെൻറ്റും ഉണ്ട്. കോടിയുടെ പൈറോ ഇന്ന് ഭാഗ്യത്തിന് വർക്കായി. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ പൈറോയുടെ മാൽഫങ്ഷൻ ഇത്തവണ ഉണ്ടായില്ല. കോടിയുടെ പ്രോമോ തുടങ്ങിയപ്പം തന്നെ ഹേമൻ ബ്രോണും ബ്രോൺസണുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ വന്നു. കോടിക്ക് സപ്പോർട്ടായിട്ട് റാൻഡി പെട്ടെന്ന് അപ്പിയർ ചെയ്തു. ഹേമൻ അപ്പോൾ പറഞ്ഞ് കോടിയോട് സംസാരിക്കാൻ വേണ്ടിയല്ല, പകരം റാൻഡിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഹേമൻ വന്നതെന്ന്. എനിക്കിപ്പം തോന്നിയത്, ആ സമയത്ത് റാൻഡി റിങ്ങിലില്ലായിരുന്നല്ലോ. അപ്പം പിന്നെ ഹേമൻ ആരോടായിരുന്നു സംസാരിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ റാൻഡി വന്നത് എനിക്ക് തോന്നുന്നത് റിങ്ങിൻ്റെ അടിയിൽ നിന്നാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് റാൻഡി അവിടെ അടി ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ മെയിൻ ഇവൻറ്റ് കോടി റാൻഡി വേഴ്സസ് ബ്രോൺസൺ ആണ്. ഹേമൻ അപ്പോൾ ചോദിച്ച്, ആ മാച്ച് ബ്രോണും ബ്രോൺസണും വിൻ ചെയ്ത് കഴിഞ്ഞാൽ റാൻഡി ചോദിക്കും, ഈ ഇത്ര ഈസി ആയിട്ട് തോക്കാൻ പറ്റുന്ന കോടിയാണോ വേൾഡ് ചാമ്പ്യൻ എന്ന്. അതുപോലെ തന്നെ റാൻഡിക്ക് അതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ ചാമ്പ്യനായിട്ടെന്ന്. ഹേമൻ വീണ്ടും ആ റാൻഡി കോടിയുടെ കുറച്ചാഴ്ചകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടെൻഷൻ ടീസ് ചെയ്യുക വീണ്ടും ചെയ്ത്. ആ സെഗ്മെൻറ്റ് ഇവർ വാക്കൗട്ട് ചെയ്തുകൊണ്ട് എൻഡ് ചെയ്ത് വേറെ ഇൻറിങ് ബ്രോളിലേക്കൊന്നും വന്നില്ല. വളരെ ക്വിക്കുമായിരുന്നു. എൻട്രൻസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സിൻ്റെ ടൈമേ എടുത്തുള്ളൂ ഇത് മൊത്തത്തിൽ തീർക്കാനും. അത് എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം യൂഷ്വലി നമ്മൾ കാണുന്നത് ഓപ്പണിംഗ് സെഗ്മെൻറ്റ് പ്രോമോ എന്ന് പറയുമ്പോൾ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ചിലതൊക്കെ 20 മിനിറ്റ്സോളം പോകാറുണ്ട്. ഇതിപ്പം 5 മിനിറ്റ്സിൻ്റെ അത് തീർന്നത് ഒരു ഫ്രഷ് ഫീലിംഗ് ആയി. ലാസ്റ്റ് ആ സെഗ്മെൻറ്റ് എൻഡ് ചെയ്യുമ്പോൾ റാൻഡി വീണ്ടും കോടിയുടെ ബെൽറ്റിലേക്ക് കണ്ണു വെക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നത് അടുത്തത് സാമിയുടെ US ടൈറ്റിൽ ഓപ്പൺ ചാലഞ്ചിലേക്കാണ്. ബാക്ക് സ്റ്റേജിൽ കമലോ മിസ്സിനോട് അവരുടെ ടാഗ് ടീം എൻഡായെന്ന് അനൗൺസ് ചെയ്ത്, എന്നിട്ട് സാമിയുടെ ഓപ്പൺ ചാലഞ്ചിനായിട്ട് കമലോ ഇറങ്ങി വന്ന്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് മിസ് കമലോയെ സ്കൾ ക്രഷിംഗ് ഫിനാലെ കൊടുത്ത് വീഴ്ത്തി. കാർമലോയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് അലിസ്റ്റർ ബ്ലാക്ക് വന്നു. അലിസ്റ്റർ ബ്ലാക്ക് നല്ലൊരു ഫൈറ്ററാണ്, പക്ഷേ പുള്ളി റിട്ടേൺ ആയപ്പോൾ ഉണ്ടായിരുന്ന ഹൈപ്പ് ലെവൽ ഇപ്പം ഓൾമോസ്റ്റ് ഡെഡായി. ഈ ഡേമിനുമായിട്ടുള്ള ഫ്യൂഡ് വളരെ കോൾഡാണ്. അതുകൊണ്ട് അത് നമുക്ക് ആ ഓഡിയൻസിൻ്റെ റിയാക്ഷനിൽ തന്നെ അറിയാമായിരുന്നു. മാച്ച് നല്ല മൂവ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും ഓഡിയൻസിന് ഒരു വലിയ ഇൻട്രാക്ഷൻ വരുന്നില്ലായിരുന്നു. ചില സമയങ്ങളിൽ അത്യാവശ്യം ഫുള്ളി ഡെഡ് സൈലൻറ്റും ആയിരുന്നു. മാച്ച് എൻഡ് ചെയ്യുന്നത് അലിസ്റ്റർ അപ്പർ ഹാൻഡിൽ നിന്ന സമയത്ത് ഡേമിയൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി റിംഗ് സൈഡിൽ വന്ന് അത് മുതലാക്കിക്കൊണ്ട് സാമി ബ്ലൂ തണ്ടർ ബോംബ് കൊടുത്ത് മാച്ച് വിൻ ചെയ്ത്. മാച്ച് കഴിഞ്ഞിട്ടുള്ള സെഗ്മെൻ്റ് ആയിട്ട് ഡേമിയൻ അലിസ്റ്റർ ബ്ലാക്കിന് അനൗൺസ് ടേബിളിലേക്ക് ഒരു റേസർ സർജും കൊടുത്ത്. ഈ ഫ്യൂഡിനോട് ആർക്കും തന്നെ വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡേമിയൻ ആണെങ്കിൽ ഒരു പ്രോമോ കട്ട് ചെയ്യാൻ വേണ്ടി അറിയത്തില്ല. വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഡേമിയൻ എപ്പം മൈക്ക് സംസാരിച്ചാലും. അലിസ്റ്റർ ബ്ലാക്കിനെ മിക്ക ഓഡിയൻസിനും അറിയത്തില്ലാത്തതെന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് NXT കണ്ടവർക്കുള്ള അലിസ്റ്റർ ബ്ലാക്കിൻ്റെ മാച്ചസും സ്റ്റോറീസും കൂടുതൽ അറിയാവുള്ളൂ. ഇപ്പോൾ ഈ മെയിൻ റോസ്റ്ററിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് നമുക്കൊരു പുള്ളിയുടെ വലിയതായിട്ട് ക്രിയേറ്റീവായിട്ട് ഒരു വലിയ സ്റ്റോറി ലൈൻ ഒന്നും തന്നെയും വന്നിട്ടുമില്ല. അപ്പോൾ ഈ രണ്ടുപേരും കോൾഡായിട്ട് നിൽക്കുമ്പം ആ കോൾഡായിട്ടുള്ള രണ്ടുപേരുടെ ഫ്യൂഡ് കാണാൻ വേണ്ടിയും ഓഡിയൻസിന് താല്പര്യമില്ല. പിന്നീട് ബാക്ക് സ്റ്റേജിൽ NXTയുടെ സോൾ റോക്കയും സാരിയെയും നമ്മൾ കണ്ട്. അവർ നിക്കാൾഡീസിനോട് ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ചോദിക്കുമായിരുന്നു. ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ചെൽസിയും ആൽബഫെയറും വന്ന്. പൈപ്പർ നീവൻ ഇഞ്ചുറി കാരണം ഔട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരുടെ സീക്രട്ട് സർവീസിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നോക്കുമായിരുന്നു. അത് സോളും സാരിയെയും ഡിസഗ്രി ചെയ്ത് അത് പിന്നീട് ഒരു മാച്ചിലേക്ക് അനൗൺസായി. ഇത് സോൾ റോക്കയുടെയും സാരിയുടെയും ഫസ്റ്റ് NXT ഡെബ്യൂ മാച്ചും കൂടിയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ NXT കാണാറുണ്ടെങ്കിൽ അറിയാം, സോൾ റോക്ക ഷാർലറ്റ് ഫ്ലെയർ പോലത്തെ ഒരു അത്ലറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമറാണ്. മാച്ച് എൻഡ് ചെയ്യുന്നത് സോൾ റൂക്കയുടെ സോൾ സ്നാച്ചർ എന്ന് പറയുന്ന ഫിനിഷ് ചെൽസിക്ക് കൊടുത്തുകൊണ്ട്. ആ മാച്ച് കണ്ടുകൊണ്ട് ബാക്ക് സ്റ്റേജിൽ ഷാർലറ്റ് ഫ്ലെയറും അലക്സാ ബ്രിക്സും ഉണ്ടായിരുന്നു. അവർ സോളിൻ്റെയും സാരിയുടെയും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മാച്ചിൻ്റെ എന്നാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ക്രൗൺ ജുവലിൻ്റെ അകത്ത് വരാൻ വഴിയില്ല, അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും. നെക്സ്റ്റ് ബാക്ക് സ്റ്റേജിൽ നമ്മൾ കോടിയും റാൻഡിയും ഇൻട്രാക്ട് ചെയ്യുന്നത് കണ്ട്. അതിൽ വീണ്ടും റാൻഡി കോടിയുടെ ബെൽറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ടിഫ്നിയുടെയും സ്റ്റെഫിനിയുടെയും കോൺട്രാക്ട് സൈനിലേക്ക് പോയി. ഈ മാച്ച് ക്രൗൺ ജുവലിൻ്റെ അകത്ത് ഏറ്റവും ഹൈപ്പ് കുറഞ്ഞ ഒരു മാച്ച് ഇവരുടെയാണ്. കാരണം ബാക്കി എല്ലാത്തിൻ്റെ അകത്തും എന്തെങ്കിലും അഡീഷണൽ കുറച്ച് ഫ്യൂഡ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫൈറ്റോ
ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ ഒരു മുന വെച്ച ഒരു പ്രോമോയോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നും തന്നെ നടന്നില്ല. ഈ ഷോയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റും ഇതായിരുന്നു. അത് അവർ രണ്ടുപേരും മേ ദ ബെസ്റ്റ് വുമൺ വിൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻഡ് ചെയ്ത്. ആ സെഗ്മെൻറ്റ് എൻഡ് ചെയ്തിട്ട് ടിഫണി റിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്ത സമയത്ത് ജൂലിയയും കിയാന ജെയിംസും ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് റിങ്ങിൽ കയറിയിട്ട് സ്റ്റെഫനിയോട് അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത്. അത് സ്റ്റെഫനി റിജക്റ്റ് ചെയ്ത് അപ്പം തന്നെ ടിഫണിയും റിങ്ങിലേക്ക് തിരിച്ചു കയറി വന്ന് ഇവരെ രണ്ടുപേരെയും ഫൈറ്റ് ചെയ്ത് മാറ്റി. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റയൽ ഫിനിക്സും ജെവോൺ എവൻസും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അത് ലോസ് ഗാസ ഇൻ്റർഫിയർ ചെയ്ത് നിക്കാൾഡിസ് ഒരു ടാഗ് ടീം മാച്ച് അനൗൺസും ചെയ്ത്. ജെവോണെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് കണ്ടതേ ഉള്ളായിരുന്നു. വേണമെങ്കിൽ അഡീഷണൽ അടുത്തൊരു സിംഗിൾസ് മാച്ച് ആയിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് തന്നിരുന്നെങ്കിലും നല്ലതായിരുന്നു. ആ മാച്ചിന് തൊട്ട് മുമ്പായിട്ട് ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു റെക്കോർഡഡ് പ്രോമോ നമുക്ക് കിട്ടി. നല്ല പ്രോമോ ആയിരുന്നു. ഡ്രൂ മാക്കിൻ്റെനെ ചാലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു. അവരുടെ ഫ്യൂഡിൻ്റെ ഡേറ്റുകളൊന്നും ഇതുവരെ ഞാൻ കണ്ടില്ല. എന്തായാലും അത് നല്ലതായിരിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം ഡ്രൂവിൻ്റെ പെർഫോമൻസ് ഇതുപോലത്തെ ഫ്യൂഡുകൾ വരുമ്പോൾ ഒരിക്കലും മോശമാവാറില്ല. ഡ്രൂ വിൻ ചെയ്യുകയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഡ്രൂവിനെ ഒരു വേൾഡ് ടൈറ്റിൽ പിക്ചറായി വീണ്ടും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഫ്യൂഡിൻ്റെ മെയിൻ പർപ്പസ് ജേക്കബ് ഫാറ്റുവിനെ മെയിൻ ഇവൻറ്റിലേക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അപ്പർ ഹാൻഡ് എപ്പോഴും ഫാത്തുവിന് തന്നെയായിരിക്കും. ടാഗ് മാച്ച് സ്റ്റാർട്ട് ചെയ്തു. നല്ലതായിരുന്നു. ജെവോൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട ആ സെയിം വലിയ ബിഗ് മൂവുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ജെവോൺ ഇടയ്ക്ക് ക്യാമറമാനെ ഇടിച്ച് താഴോട്ട് ഇട്ടായിരുന്നു. അത് പ്ലാൻഡ് ആണോ അതോ ആക്സിഡൻ്റിലാണോ എന്ന് എനിക്കറിയത്തില്ല. മാച്ച് എൻഡ് ചെയ്യുന്നത് ജെവോണും റേ ഫിനിക്സും വിൻ ചെയ്തുകൊണ്ട്. ഇവർ ഇനിഷ്യലി ടീസ് ചെയ്തത് ജെവോൺ വേഴ്സസ് റേ ഫിനിക്സ് എന്നൊരു മാച്ചായിരുന്നു ടീസ് ചെയ്തത്. അത് ഇനി നമുക്ക് അടുത്ത ആഴ്ച കിട്ടുമോ എന്ന് അറിയത്തില്ല. ബാക്ക് സ്റ്റേജിൽ പിന്നെ ഡേമിയൻ ആലിസ്റ്റർ ബ്ലാക്കുമായിട്ട് അടുത്ത ആഴ്ച ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ച് അനൗൺസ് ചെയ്ത്. ആ സെഗ്മെൻ്റ് ഇടയ്ക്ക് പ്രിറ്റി ഡെഡ്ലിയുടെ കിഡ് വിൽസനെ ഒന്ന് ഇൻ്റർഫിയർ ചെയ്തായിരുന്നു വീൽ ചെയറിൽ. അതിൻ്റെ സ്റ്റോറി ലൈൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല. അത് കിഡ് വിൽസൺ എപ്പോഴും ടോക്സിക് മസ്കുലിനിറ്റിയെ കളിയാക്കിക്കൊണ്ട് എന്തെങ്കിലും പറയും. അത് ഡേമിയൻ ദേഷ്യപ്പെടും. ഇത് ഓഡിയൻസിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻഡ് ചെയ്യുന്നത് ഡേമിയൻ കിഡ് വിൽസനെ വീൽ ചെയർ തള്ളിവിട്ടുണ്ട്. ടോട്ടലി അൺനെസസറി ആയിട്ടുള്ള സ്റ്റോറി ലൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയത് സോളോയുടെ ഒരു റെക്കോർഡഡ് പ്രോമോ ആയിരുന്നു. സോളോ പറഞ്ഞു എന്തോ ഒരു പാട്ട് അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് പാട്ട് വന്നാലേ ഉള്ളൂ അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആവുള്ളൂ. ചിലർ പറയുന്നത് അത് തമത്തോങ്കയുടെ റിട്ടേണിനെ ടീസ് ചെയ്യുന്നതായിരിക്കും എന്ന്. എന്നാൽ പിന്നെ അഡീഷണൽ വേറൊരു റൂമറുണ്ട്. ഈ സോളോയുടെ ഗ്രൂപ്പ് വേഴ്സസ് വൈറ്റ് സിക്സിൻ്റെ ഒരു ഫ്യൂഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേട്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ഗ്രൂപ്പിൽ ഒരു ഫീമെയിൽ മെമ്പറിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു PJ വാസ എന്ന് പറയുന്ന ഒരു നെയിം WWE ട്രേഡ് മാർക്ക് ചെയ്തെന്ന്. ആ PJ വാസ എന്നുള്ള നെയിം പോയത് ഇപ്പോഴത്തെ LFGക്കകത്തുള്ള പനീന എന്ന് പറയുന്ന ഒരു സമോവൻ ബ്ലഡ് ഉള്ള ലേഡിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പം ആ PJ വാസ വേണമെങ്കിൽ ഇവരുടെ കൂടെ ഡെബ്യൂ ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് അകത്ത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അത് വൈറ്റ് സിക്സ് ഇൻ്റർഫിയർ ചെയ്ത് TV സ്ക്രീനിൻ്റെ അകത്ത്. ഫൈനലി നമ്മുടെ മെയിൻ ഇവൻ്റ് ടൈമായി. കോഡി റോഡ്സ് റാൻഡി ഓർട്ടൺ വേഴ്സസ് ബ്രോൺസൺ. മാച്ച് നല്ലതായിരുന്നു, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റാൻഡി കോഡിക്കെതിരെ തിരിയോ ഇല്ലയോ എന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ബ്രോൺസനെ ഇവർ പുഷ് ചെയ്യുന്നതുകൊണ്ട് ഈ മാച്ച് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു. അപ്പർ ഹാൻഡ് കോഡിക്കും റാൻഡിക്കും അങ്ങനെ പ്രത്യേകിച്ച് അപ്പർ ഹാൻഡ് ഒന്നും ഇല്ലായിരുന്നു. മാച്ചിൻ്റെ ഹൈലൈറ്റ് ബ്രോൺ ബ്രേക്കർ ആ ഏപ്രിലിൽ നിന്ന് റൺ ചെയ്തുകൊണ്ട് ഒരു ഫ്ലൈയിങ് ക്രോസ് ലൈൻ കോഡിക്ക് കൊടുത്തുകൊണ്ട് ആ ബാരിക്കേഡ് മറിച്ച് ഇട്ടത്. അതോടെ കോഡി ഡൗൺ ആയി. ആ സമയത്ത് റിങ്ങിൻ്റെ അകത്ത് റാൻഡി ബ്രോൺസൺറ്റ് ആർക്കിവേക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. അപ്പോൾ ഹെയ്മൻ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് റിംഗ് റോപ്പ് കയറി ടോപ്പ് റോപ്പിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണിച്ച് ഹെയ്മൻ സ്പ്ലാഷ് കൊടുക്കാൻ വേണ്ടിയാണോ അപ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് റെഫറി അങ്ങോട്ട് മാറിയ സമയത്ത് സെത്ത് റോളിൻസ് പെട്ടെന്ന് അപ്പിയർ ചെയ്തുകൊണ്ട് റാൻഡിക്കിട്ട് സെത്തിൻ്റെ സ്റ്റോംപ് കൊടുത്ത്. എന്നിട്ട് ബ്രോൺസൺ ആ മാച്ച് വിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ റിങ് എക്സിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ കാണാമായിരുന്നു കോഡി റാൻഡിയുടെ അടുത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ സെത്ത് ആലോചിക്കുന്നത് തിരിച്ച് ഓടി കയറിയിട്ട് സ്റ്റോംപ് കൊടുക്കണോ വേണ്ടയോ എന്ന്. ഹേമൻ പറഞ്ഞ് കൊടുക്കരുതെന്ന് പറഞ്ഞ്, പക്ഷേ എന്നാലും സെത്ത് തിരിച്ച് ഓടി കയറി. പക്ഷേ കോഡി പ്രിപ്പയർഡ് ആയിരുന്നു. സെത്ത് ഓടി കയറിയപ്പം തന്നെ തിരിഞ്ഞു മാറിയിട്ട് ക്രോസ് റോഡ്സ് കൊടുത്ത് വീഴ്ത്തി. യൂഷ്വലി നമ്മൾ ഒരു PLE മാച്ചിന് മുമ്പ് ആരാണോ ടോപ്പായിട്ട് നിൽക്കുന്നത് ആ ടോപ്പായിട്ട് നിൽക്കുന്ന ആളായിരിക്കും തോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോഡി വേഴ്സസ് സെത്ത് മാച്ചിൻ്റെ അകത്ത് കോഡി തോക്കണം. പക്ഷേ ഇനിയും ഒരു റോയും കിടപ്പുണ്ട്, സ്മാക്ക് ഡൗണും കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അഡീഷണൽ വീണ്ടും സെഗ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് റാൻഡിയെ പിൻ ചെയ്തുകൊണ്ടാണ് ബ്രോൺസൺ ആ മാച്ച് വിൻ ചെയ്തത്.
ഓൾറെഡി ഹേമൻ ടീസ് ചെയ്തായിരുന്നു ഈ മാച്ച് തോക്കുകയാണെങ്കിൽ റാൻഡിയെ കോഡിയെ ഒരു ചാമ്പ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇതിപ്പോൾ റാൻഡി പിണ്ടുവായി, കോഡി ഹെൽപ്പ് ചെയ്യാൻ വന്നുമില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ടെൻഷൻസ് വീണ്ടും ഇൻക്രീസ് ആയി. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്നാ? റാൻഡി എപ്പോഴായിരിക്കും തിരിയുന്നത്? എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന ഓസ്ട്രേലിയ മാച്ചിൻ്റെ അകത്ത് സെത്തിനെ റാൻഡി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ട്. റാൻഡിയുടെ ഡിസ്ട്രാക്ഷൻ കാരണം സെത്ത് കോഡിയെ തോപ്പിക്കുന്നതായിട്ട്. അത് പിന്നീട് കോഡി റാൻഡിയുടെ ഒരു ഫ്യൂഡിലേക്ക് പോകുന്നു. അത് എൻഡ് ചെയ്യുന്നത് റസൽമേനിയയിലോ അല്ലെങ്കിൽ റോയൽ റംബിളിലോ എൻഡ് ചെയ്യുന്ന രീതി. റാൻഡി കോഡി ഫ്യൂഡ് ഞാൻ പറയുന്നത് റസൽമേനിയ വൃത്തിയാണ്. ഇവരുടെ ലെഗസി ടൈം തൊട്ടുള്ള ഫുൾ ഹിസ്റ്ററി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓവറോൾ ഷോ ഡീസൻ്റ് ആയിരുന്നു. ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. ആകപ്പാടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നത് ടിഫണിയുടെ കോൺട്രാക്ട് സൈനിങ് മാത്രമായിരുന്നു. കാരണം അത് ടോട്ടലി ഇറലവൻ്റ് ആയിപ്പോയി. അത് വേണമെങ്കിൽ ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിട്ട് സൈൻ ചെയ്തെന്ന് പറഞ്ഞാലും മതിയായിരുന്നു. പിന്നെ അടുത്ത സ്മാക്ക് ഡൗൺ നടക്കുന്നത് ഓസ്ട്രേലിയ പെർത്തിൽ നിന്നാണ്. പെർത്തിൻ്റെ ടൈം നമ്മുടെ ടൈമിനേക്കാളും 2.5 മണിക്കൂർ മുമ്പോട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് യൂഷ്വലി നമുക്ക് ഈ ഇൻ്റർനാഷണൽ ഷോ വരുമ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ കാണാമായിരുന്നു. പക്ഷേ ഇത്തവണ അത് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. ടൈം കാണിച്ചേക്കുന്നത് US ടൈം തന്നെയാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ ഏർലി മോർണിംഗ് തന്നെ ആയിരിക്കും. യൂഷ്വൽ ടൈം 5:30 എന്നുള്ള ടൈം തന്നെ ആയിരിക്കും. പിന്നെ ക്രൗൺ ജുവലിൻ്റെ ടൈം നടക്കുന്നത് അടുത്ത സാറ്റർഡേ 5:30 PM ആണ് ഇന്ത്യൻ ടൈം. അടുത്ത സ്മാക്ക് ഡൗണിലേക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന മാച്ചുകൾ വൈൽഡ് സിക്സും സ്ട്രീറ്റ് പ്രോഫിറ്റ്സിൻ്റെയും ടാഗ് ടീമുണ്ട്. സാമിയുടെ US ടൈറ്റിൽ ഓപ്പൺ ചലഞ്ച്, സ്റ്റെഫനിയുടെ ഒരു ടാഗ് ടീം മാച്ച് വേഴ്സസ് ജൂലിയ കിയാന, ഫൈനലി ഡേമിയൻ വേഴ്സസ് അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മാച്ചും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു.